ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരു ഇപ്പോൾ ഇതിലെ ആക്ഷൻ അല്ല ഓക്കെ പറഞ്ഞ ചേച്ചി ഇതിലെ ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഇതിലെ ആക്ഷൻ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇതേപോലെ ആക്ഷൻ സീക്വൻസ് സാധ്യതയുള്ള ഒരു ഫിലിമാണ് കാപ്പ 2. അപ്പോൾ അതിൽ എത്രത്തോളം എക്സൈറ്റഡ് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ കാപ്പ 2? അല്ല അന്ന് എന്താണ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് അങ്ങനെ ഒരു സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോന്ന് പോലും അറിയില്ല. ഈ പറഞ്ഞ പോലെ ആക്ഷൻ എനിക്ക് ചെയ്യാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സിനിമ കിട്ടുവാണെങ്കിലും ഞാൻ ചെയ്യും. പക്ഷേ പെർട്ടിക്കുലർ സിനിമയെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ ആദ്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല അങ്ങനെ സിനിമ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അന്ന് കഴിഞ്ഞാൽ അറിയില്ല എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും. ഓക്കെ, മലയാളത്തിൽ ആക്ഷൻ ചെയ്യുന്ന നടിമാർ ഭയങ്കര വിരളമാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് ഈ വാണി വിശ്വനാഥ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാലത്ത് നമുക്ക് ചുരുക്കം ഇപ്പോൾ കുറച്ച് പേരെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ടുള്ള പ്ലാനുണ്ട് ഇതേപോലത്തെ വന്നാൽ ഭയങ്കരമായിട്ടുള്ള ആക്ഷൻസ്. വാണി വിശ്വനാഥ് ചെയ്യുന്ന ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് 90s കിഡ്സിൻ്റെ ഒക്കെ വേറെ ലെവല് സാധനമായിരുന്നു. ഇപ്പോൾ അതേപോലത്തെ സാധനമൊക്കെ വന്നാൽ ചെയ്യാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നു ആരും ഒരുപാട് പേർക്ക് ഈ ചെയ്ത് നോക്കാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരുപാട് പേരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ദർശനാണെങ്കിലും എല്ലാവരും ഇപ്പോൾ ചെയ്തപ്പോൾ റൈഫിൾ ക്ലബ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എന്താ പറയുക ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോസസ്സായിരുന്നു. ഈ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ആണെങ്കിലും ഇത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ ഇനി വരുന്നുമുണ്ട്. ഈ പറഞ്ഞ മാതിരി ഒരുപാട് പേര് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും സ്റ്റണ്ട് സീക്വൻസുകൾ ചെയ്യുന്നത്. സ്പെസിഫിക് ന്യൂഡ് സീൻ എടുത്തുകൊണ്ട് ദിവ്യപ്രഭയുടെ ആ സീൻ കണ്ടോ, ലീക്കായോ, ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ മീഡിയത്തിന് ആർട്ടിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളാണ്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടി കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബോഡി പാർട്ട് വന്നത് അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ റിലക്റ്റ് ആക്കുന്നുണ്ടോ, നിങ്ങളെ തടയുന്നുണ്ടോ, നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം വരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ? ചില സമയത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പേർപ്പസ് മനസ്സിലാവാണ്ട് വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സിനിമയാണ്, ആ ആർട്ടിനെയാണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അസ്, അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് when I look back എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം. അപ്പം അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ് ലൈക്ക് കുറേ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുക, അയ്യോ മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്? അപ്പൊ അമ്മ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട്? ഇല്ലല്ലോ, എൻ്റെ മോള് ജോലി ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ജോലിയാണിത്. അപ്പൊ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട്. അപ്പം എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. വൈ ആം ഐ ആൻ ആക്ടർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് അത് പലർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഐ എം വെരി പ്രൗഡ് ദാറ്റ് ഐ ആം വൺ. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. അതില് ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ത്രൂ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനെ വരുന്ന ഒരു ഭാഗമാണ് സിനിമ. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം അത് നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയില് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ
മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മീഡിയ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ ഇപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം വരും, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു പോയിന്റിലെത്തും, ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും. അപ്പോൾ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. വി കെ നോട്ട് ഷട്ട് എവ്രി വൺസ് മൗത്ത്. ലൈക്ക് ഐ ഓൾവേസ് സേ, ഇന്റർനെറ്റ് ഇസ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗെദർ. നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിൻ്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു. അപ്പോൾ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത്. ഐ എം വെരി പ്രൗഡ്. ക്യാൻസൽ പോയപ്പോഴും ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമില്ല, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പം ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പം ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഈ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഐ വാസ് വെരി പ്രൗഡ് വെൻ സൂക്ഷ്മദർശിനി ആൻഡ് ഹലോ മമ്മി റിലീസ് ടുഗെദർ. ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പം ഐ തിങ്ക് എന്താ പറയുക, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല, കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചിലർ പറയും കിട്ടാണ്ട് വരുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഈ കിഷ്കിന്ദ കണ്ട് ഇറങ്ങിയതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു റിസപ്ഷനാണ് മൂവിക്ക് കിട്ടിയിരിക്കുന്നത്. വൺസിന്റെ ഡെക്കേഡ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അപ്പൊ അപർണയ്ക്ക് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതേപോലെ രുതിരം നമുക്ക് അത്തരത്തിലുള്ള ഒരു വൺസിന്റെ ഡെക്കേഡ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പടം പ്രതീക്ഷിക്കുകയാണ്. കിഷ്കിന്ദ ഭയങ്കര സന്തോഷം തരുന്ന ഒരു ഫിലിമാണ് ആലോചിക്കുമ്പോൾ. ബിക്കോസ് ടു ബി എ പാർട്ട് ഓഫ് എ ഫിലിം ലൈക്ക് ദാറ്റ് എപ്പോഴും കിട്ടുന്ന ഒരു അവസരമല്ല. രുതിരും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ മ്യൂസിക് തൊട്ട് ഓരോ കാര്യങ്ങളും ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പം ആസ് എൻ ആക്ടർ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ എം പാർട്ട് ഓഫ് ഓൾ ദീസ് ഫിലിംസ്. കിഷ്കിന്ദാകാണ്ടാണെങ്കിലും രുതിരമാണെങ്കിലും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് ഈ രണ്ട് സിനിമയുടെ ഭാഗമാകുന്നത്.